CA എക്സാമിനേഷന് ടൈം എങ്ങനെ മാനേജ് ചെയ്യണം? ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് CA പോലൊരു പ്രൊഫഷണൽ എക്സാമിനേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. ബട്ട് അത് പേപ്പർ ടു പേപ്പർ ആൻഡ് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്ത് തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് പല ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട് അല്ലേ? 100 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ്, 100 മാർക്സ് MCQ ഫൗണ്ടേഷൻ ലെവലിൽ, ഇനി 30% MCQ പ്ലസ് 70% ഡിസ്ക്രിപ്റ്റീവ് വരുന്നു ഇൻ്റർ ആൻഡ് ഫൈനൽ ലെവലിൽ. സോ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് പേപ്പർ ആണെങ്കിലും അതിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഫക്റ്റീവ്ലി ടൈം മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മൾട്ടിപ്പിൾ ടൈംസിൽ മോക്ക് ടെസ്റ്റ് എഴുതി തന്നെയായിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു 4-5 മോക്ക് ടെസ്റ്റ് എങ്കിലും ടൈം ബൗണ്ടായിട്ട് ടൈമർ വെച്ച് 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ഒക്കെ കൊടുത്ത് തന്നെ നിങ്ങൾ എഴുതി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും MCQs ആദ്യം എഴുതിയിട്ട് ഡിസ്ക്രിപ്റ്റീവിലേക്ക് പോകുന്നതാണോ നിങ്ങൾക്ക് ബെറ്റർ, ഡിസ്ക്രിപ്റ്റീവിൽ തന്നെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ പിക്ക് ചെയ്യും, ഈ ആദ്യത്തെ 15 മിനിറ്റ്സിൽ എങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ പ്ലാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഡിറ്റർമൈൻ ചെയ്യും എന്നൊക്കെയുള്ളത്. സോ ഓരോ ആളുകൾക്കും വർക്കൗട്ട് ആവുന്ന സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആയിരിക്കും. സോ എത്രത്തോളം നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നത് ലിസൺ ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു 4-5 എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സുകൾ റിയലൈസ് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാക്സിമം ടൈം സേവ് ചെയ്യുന്ന രീതിയിൽ എക്സാം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാകും. സോ ഇറ്റ്സ് യുവർ സ്ട്രാറ്റജി, യു മസ്റ്റ് ബിൽഡ് ഇറ്റ്.